ഏഷ്യാനെറ്റിന്റെ മഹാകുംഭമേള അവഹേളനത്തിലുള്ള പ്രതിഷേധം ആളിക്കത്തിക്കുകയാണ് കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വം. ബി.ജെ.പി. നേതൃത്വം മാത്രമല്ല, ഹിന്ദു സംഘടനകളും ഇതിനെതിരെയുള്ള വലിയ പ്രതിഷേധം ഇതിനകം പ്രകടമാക്കിയിട്ടുണ്ട്. ഒരൊറ്റ വാർത്ത കൊണ്ട് സ്വന്തം മുതലാളിയുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തന്നെ കടയ്ക്കൽ കത്തിവെച്ചിരിക്കുന്നു ഏഷ്യാനെറ്റ് ന്യൂസ്. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റാകാനിരുന്ന മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഏഷ്യാനെറ്റ് വാർത്തയിൽ തകർന്നടിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. രാജീവ് ചന്ദ്രശേഖറിനെതിരെ സംസ്ഥാനത്ത് നിന്ന് കേന്ദ്ര നേതൃത്വത്തിന് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇതിനു മുൻപ് പലതവണ ബി.ജെ.പിക്കെതിരെ ഹിന്ദുത്വത്തിനെതിരെ ഏഷ്യാനെറ്റ് വാർത്ത നൽകിയിട്ടും അതിലൊന്നും ഇടപെടാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായില്ലെന്നുമുള്ള പരാതി പ്രവാഹമാണിപ്പോൾ കേന്ദ്ര സർക്കാരിന്, പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർക്കെതിരെ കേന്ദ്രത്തിന് പരാതി പ്രളയമെന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ബി.ജെ.പിയുടെ മുൻ കേന്ദ്രമന്ത്രിയും സമുന്നത നേതാവുമായിട്ടുള്ള വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പരസ്യമായ പ്രതികരണവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഡീപ് സ്റ്റേറ്റുമായി ഏഷ്യാനെറ്റിന് ബന്ധമുണ്ടെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ ആരോപണം. സിന്ധു സൂര്യകുമാർ നടത്തിയ പരാമർശത്തിന് പിന്നിൽ ജോർജ് സോറോസ് ഫണ്ടാണ് എന്ന് പച്ചയ്ക്ക് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് സുരേന്ദ്രൻ. ഈ വാർത്ത രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവിന് എത്രമാത്രം ഹാനികരമായി എന്ന് പരിശോധിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഏഷ്യാനെറ്റിന്റെ വാർത്തയെയും സിന്ധു സൂര്യകുമാറിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ തൻ്റെ ആദ്യ പോസ്റ്റ് കുറിക്കുന്നത്. അവിടം കൊണ്ടും ബി.ജെ.പിയുടെ നേതൃത്വം തൃപ്തരായില്ല എന്ന് രാജീവ് ചന്ദ്രശേഖറിന് മനസ്സിലാകുന്നു. എക്സിൽ ഇതേ പോസ്റ്റ് മലയാളത്തിൽ വീണ്ടും ഇടുന്നു. തുടർന്ന് അവിടെയും ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം തൃപ്തരല്ല എന്ന് മനസ്സിലാക്കിയ രാജീവ് ചന്ദ്രശേഖർ സ്വന്തം ചുവട്ടിലെ മണ്ണ് ചോരുന്നത് തിരിച്ചറിഞ്ഞ് വീണ്ടും പിഴ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മാപ്പപേക്ഷ പോലെ ഇന്ന് രാവിലെ ഫേസ്ബുക്കിലും മലയാളത്തിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടു. രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഇന്ന് വി മുരളീധരൻ തന്നെ രംഗത്ത് വന്നിരുന്നു. സിന്ധുവും ഹിന്ദുവും എന്ന ടൈറ്റിലോട് കൂടിയാണ് വി മുരളീധരന്റെ പോസ്റ്റ്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ പ്രേക്ഷകർക്ക് വായിക്കാം. ഹിന്ദു വിശ്വാസങ്ങളോടുള്ള അസഹിഷ്ണുത കേവലം സിന്ധു സൂര്യകുമാറിൽ തീരുന്നതല്ല. മലയാളത്തിലെ നല്ല ശതമാനം മാധ്യമപ്രവർത്തകരും ഭൂരിപക്ഷ സമുദായത്തെ അവഹേളിക്കാൻ അവസരം കാത്തിരിക്കുകയാണ്. ശബരിമലയിൽ ആചാരലംഘനത്തിനായി മുറവിളി കൂട്ടിയവരും അയോധ്യ പ്രാണപ്രതിഷ്ഠയെ അപമാനിച്ചവരുമെല്ലാം ഒരുപോലെ. 144 വർഷത്തിന് ശേഷം നടന്ന മഹാകുംഭമേളയ്ക്ക് ജനമൊഴുകിയത് PR മൂലമാണെന്ന് മാധ്യമപ്രവർത്തക വിചാരിക്കുന്നത് അവരുടെ വിവരക്കേട് മൂലമെന്ന് കരുതാം. പക്ഷേ ഗംഗാസ്നാനം സമ്പൂർണ്ണ സാക്ഷരരായവർ ചെയ്യരുതെന്ന് പറയുന്നത് തികഞ്ഞ അസഹിഷ്ണുതയിൽ നിന്നാണ്. മൃഗബലി നടത്താനല്ല, മറിച്ച് നദിയിൽ മുങ്ങിക്കുളിക്കാനാണ് ആ മനുഷ്യർ പോയത്. ഇങ്ങനെ പോകുന്നു വി മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും അതിരൂക്ഷമായ വിമർശനം ഏഷ്യാനെറ്റിനെതിരെ വി മുരളീധരൻ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വി മുരളീധരൻ മാത്രമല്ല, ഹൈന്ദവ സംഘടനകൾ പോലും രാജീവ് ചന്ദ്രശേഖറിനും ഏഷ്യാനെറ്റിനുമെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശശികല ടീച്ചർ, ഹിന്ദു ഐക്യവേദിയുടെ മറ്റൊരു നേതാവ് സ്വാമി ഭാർഗവറാം, രാജീവ് ചന്ദ്രശേഖറുടെ എക്കാലത്തെയും വലങ്കയും വിശ്വസ്തനുമായിരുന്ന പ്രതീഷ് വിശ്വനാഥൻ തുടങ്ങി എല്ലാവരും തന്നെ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹിന്ദുത്വത്തിനും ഹൈന്ദവ വിശ്വാസത്തിനും നേരെ ഏഷ്യാനെറ്റ് ഉയർത്തിയ പടവാൾ ഇതാദ്യമായിട്ടല്ല. ശബരിമല പ്രവേശനം, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള സമരം, അങ്ങനെ നിരവധി ഘട്ടങ്ങളിൽ വിശ്വാസത്തിനെതിരായിട്ടുള്ള നിലപാട് ഏഷ്യാനെറ്റ് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർക്കെതിരെ പ്രതിഷേധം കനക്കുവാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട്. ബി.ജെ.പിയുടെ അടുത്ത കേരള പ്രസിഡന്റാകുവാൻ നീക്കങ്ങൾ നടത്തുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഏറെക്കുറെ അദ്ദേഹം സ്ഥാനം ഉറപ്പിച്ചതും ആയിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ചില നേതാക്കന്മാർക്ക് അതിൽ അതൃപ്തിയുമുണ്ടായിരുന്നു. കേരളത്തിൻ്റെ മണ്ണിൽ ജനിച്ച് ചവിട്ടി നിന്ന് വളർന്ന ഒരാളെ തന്നെ പ്രസിഡന്റാക്കണമെന്നായിരുന്നു കേരള പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. ഇങ്ങനെ പോകുന്നു വി മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും അതിരൂക്ഷമായ വിമർശനം ഏഷ്യാനെറ്റിനെതിരെ വി മുരളീധരൻ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വി മുരളീധരൻ മാത്രമല്ല, ഹൈന്ദവ സംഘടനകൾ പോലും, ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശശികല ടീച്ചർ, ഹിന്ദു ഐക്യവേദിയുടെ മറ്റൊരു നേതാവ് സ്വാമി ഭാർഗവറാം, രാജീവ് ചന്ദ്രശേഖറുടെ എക്കാലത്തെയും വലങ്കയും വിശ്വസ്തനുമായിരുന്ന പ്രതീഷ് വിശ്വനാഥൻ തുടങ്ങി എല്ലാവരും തന്നെ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹിന്ദുത്വത്തിനും ഹൈന്ദവ വിശ്വാസത്തിനും നേരെ ഏഷ്യാനെറ്റ് ഉയർത്തിയ പടവാൾ ഇതാദ്യമായിട്ടല്ല. ശബരിമല പ്രവേശനം, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള സമരം, ഏഷ്യാനെറ്റ് ന്യൂസ് ഹിന്ദുത്വത്തിനെതിരെ അല്ലെങ്കിൽ മഹാകുംഭമേളയ്ക്കെതിരെ ഒരു പരിപാടി നടത്തിയതിലൂടെ രാജീവ് ചന്ദ്രശേഖറിന്റെ തലയിൽ ആ വാർത്ത വാളായി മാറുകയായിരുന്നു. ഇതിനെ രാജീവ് ചന്ദ്രശേഖറിനെതിരെയുള്ള കൃത്യമായ ആയുധമായി കേരളത്തിലെ സമുന്നതരായ നേതാക്കൾ
ഉപയോഗിച്ചതിന് പിന്നിലും മറ്റൊരു ലക്ഷ്യമല്ല. എന്തായാലും മഹാകുംഭമേളയെ അവഹേളിച്ച ഏഷ്യാനെറ്റിന്റെ പ്രവൃത്തി ഒടുവിൽ വലിയ ഇടിവാളായി വീണത് രാജീവ് ചന്ദ്രശേഖരന്റെ തലയിലാണ്. കേരളത്തിലെ പാർട്ടിയിൽ പിടിമുറുക്കാമെന്നുള്ള ഒരു ധാരണ, കേരളത്തിൽ പാർട്ടി പ്രവർത്തനം തുടരാമെന്നുള്ള ഒരു ധാരണ, തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ കഴിഞ്ഞ തവണ നടത്തിയ വമ്പിച്ച പോരാട്ടം അടുത്ത തവണ ഒരു വിജയത്തിലേക്ക് എത്തിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ, ഇതൊക്കെയാണ് ഈ ഒരു വാർത്തയിലൂടെ തകർന്നടിഞ്ഞത്. ഇതിന് ഒരു പരിഹാരം വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായും ഏഷ്യാനെറ്റിനെ തള്ളിപ്പറയണം, ഇക്കാര്യത്തിൽ നടപടിയെടുത്തു എന്ന് ഉറപ്പിക്കണം. ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങളിൽ വളരെ ലഘുവായിട്ടുള്ള നടപടികളും വാക്കുകൊണ്ടുള്ള മറുപടിയും മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് കേരളത്തിലെ BJP നേതൃത്വം ദേശീയ തലത്തിൽ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരെയും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഈ കുംഭമേള അവഹേളനത്തിനെതിരെയുമുള്ള കൃത്യമായ പരാതികൾ BJPയുടെ സംസ്ഥാന നേതാക്കൾ എത്തിച്ചു കഴിഞ്ഞു. RSSൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉണ്ട്. അവരും ഈ കൃത്യമായി നരേന്ദ്രമോദിയുടെ മുന്നിൽ ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന് മേൽ വലിയ സമ്മർദ്ദം ഇക്കാര്യത്തിലുള്ളത്. അതുകൊണ്ട് പലതവണ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യത്തിൽ മാപ്പിന് സമാനമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഏഷ്യാനെറ്റിന് തെറ്റ് സംഭവിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നു. എങ്കിൽ പോലും ഈ ഒരു പ്രതികരണത്തിലോ ഈ ഒരു മാപ്പ് പറച്ചിലോ ഒന്നും തീരുന്നതല്ല ഈ ഏഷ്യാനെറ്റ് കുംഭമേളയ്ക്കെതിരെ നടത്തിയ പ്രതികരണം എന്ന് പറയുകയാണ് കേരളത്തിലെ BJP നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് പിന്നാലെ ഇന്ന് കുറച്ചുകൂടി രൂക്ഷമായി വി മുരളീധരൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്, ശശികല ടീച്ചർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്, ഡോക്ടർ ഭാർഗവ് റാം പ്രതികരിച്ചിരിക്കുന്നത്. എല്ലാ കാലത്തും രാജീവ് ചന്ദ്രശേഖരൻ്റെ വിശ്വസ്തനും തിരുവനന്തപുരത്ത് പോലും അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ച പ്രതീഷ് വിശ്വനാഥ് പോലും അദ്ദേഹത്തെ കൈവിട്ട സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളിൽ ഇത് വലിയൊരു വിഷമമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിലെ കുംഭമേളയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ഹൈന്ദവരായിട്ടുള്ള ആളുകൾക്കിടയിൽ ഇത് വലിയ ഒരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏഷ്യാനെറ്റിൻ്റെ ഹൈന്ദവ പ്രേക്ഷകർക്കിടയിൽ പോലും ഇതൊരിക്കലും സ്വീകാര്യമായ സംഭവമല്ല, പ്രതികരണമല്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്ത നീക്കം എന്ത് എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്.